റോയൽ കൊച്ചിൻ മൊബൈൽസിന്റെ ആനിവേഴ്സറിയോടനുബന്ധിച്ച് എല്ലാ സ്മാർട്ട് ഫോണുകളും വമ്പിച്ച വിലക്കുറവിൽ തവണ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം. അതും 0 ഡൗൺ പേയ്മെന്റിൽ. കൂടെ നിരവധി സമ്മാനങ്ങൾ. നിങ്ങളുടെ കയ്യിലുള്ള പഴയ മൊബൈൽ കൊണ്ടുവരും, പുതിയ മൊബൈൽ സ്വന്തമാക്കൂ, അതും തവണ അവസ്ഥയിൽ. ആനിവേഴ്സറി ഗംഭീര ഓഫർ. മൊബൈൽ അക്സസറീസുകൾ വാങ്ങൂ, ബൈ 1 ഗെറ്റ് 1 ഓഫർ സ്വന്തമാക്കൂ. 250 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം. ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഡിസ്പ്ലേ മാറുന്ന എല്ലാ കസ്റ്റമറിനും ഒരു നെറ്റ് ബാൻഡ് തികച്ചും സൗജന്യം. കൊച്ചി താലൂക്ക് കെട്ടിട തൊഴിലാളി യൂണിയൻ വാർഷിക പൊതുയോഗവും മുതിർന്ന തൊഴിലാളികളെ ആദരിക്കലും നടന്നു. കൊച്ചി താലൂക്ക് കെട്ടിട തൊഴിലാളി യൂണിയൻ വാർഷിക പൊതുയോഗവും 80 വയസ്സ് കഴിഞ്ഞ മുതിർന്ന തൊഴിലാളികളെ ആദരിക്കലും നടന്നു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് കോവിലകത്തും കടവ് പഞ്ചായത്ത് വക SC ഹാളിൽ വെച്ച് നടന്ന പരിപാടി താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് KG തങ്കച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളിപ്പുറം ശാഖ പ്രസിഡന്റ് TD ജോസ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ജനറൽ സെക്രട്ടറി AA മാത്യൂസ് മുഖ്യപ്രഭാഷണം നടത്തി. പള്ളിപ്പുറം ശാഖ സെക്രട്ടറി പ്രദീപ് ആന്റണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പള്ളിപ്പുറം ശാഖ ഗജാൻജി PS ആന്റണി കണക്ക് അവതരിപ്പിച്ചു. ശാഖ ഓഡിറ്റർ ജോൺ പാണ്ടിപ്പള്ളി ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ ശാഖ പ്രസിഡന്റ് KR വർഗീസ് പ്രമേയ അവതരണം നടത്തി. മുൻ ശാഖ പ്രസിഡന്റ് KJ തോമസ് മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. സെക്രട്ടറി PF ആന്റണി വിവിധ ശാഖാ ഭാരവാഹികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ദിനംപ്രതി ക്ഷേമനിധികൾ സർക്കാർ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്തൊരു ക്ഷേമനിധി തുടങ്ങി. തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ക്ഷേമനിധി കൂടെ. അതിന് തൊട്ട് മുമ്പ് കൈത്തൊഴിലാളികൾ, ഒരു തൊഴിലിലും പോകാത്ത ആളുകൾ, ഒരു തൊഴിലും ഇല്ലാത്ത ആളുകൾ, ഇനി തൊഴിലുള്ളവരും ആയിട്ടുള്ള ആളുകൾ കെട്ടത്തിന് ചേരാൻ പറ്റുന്ന ഒരു തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളൊരു ക്ഷേമനിധി ബോർഡ്. ഇങ്ങനെ ദിനം പ്രതി ക്ഷേമനിധി ബോർഡുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുക. അത് നല്ല രീതിയിൽ ലാഭമുള്ള ഇടപാടാണെന്നാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. ഇത് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ്റെ ക്ഷേമനിധി. അപ്പം അത് ഇതിക്ക് മുമ്പ് നമ്മൾ പല യോഗത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. തുടർന്ന് ചർച്ചയും നടന്നു. തെരഞ്ഞെടുപ്പിന് CL വിൻസിലി മേൽനോട്ടം വഹിച്ചു. ശാഖ വൈസ് പ്രസിഡന്റ് TJ ടൈറ്റസ് സ്വാഗതവും പള്ളിപ്പുറം ശാഖ സെക്രട്ടറി KE ജോസഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പറവൂർ.